ഇറാൻ യുദ്ധത്തിന് നയതന്ത്ര പരിഹാരം കാണാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയും ഇസ്ലാമാബാദിൽ ഉന്നതതല ചർച്ച നടക്കും. 3500 അമേരിക്കൻ സൈനികർ കൂടി പശ്ചിമേഷ്യയിൽ എത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരും. മധു കൊട്ടാരക്കരയിലേക്കാണ് ആദ്യം പോകുന്നത്. മധു, സമാധാന സാധ്യതകൾ ചർച്ചയുടെ രൂപത്തിൽ മുന്നോട്ട് വരികയാണ്. പക്ഷേ ഈ ചർച്ച നടക്കുമ്പോഴും ഒരു വശത്ത് ആക്രമണം തുടരുന്നു. എത്രത്തോളം പ്രതീക്ഷ വെക്കാം, എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് ലോകം? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇപ്പോഴത്തെ, കാരണം രണ്ടുപേരും കടുത്ത നിബന്ധനകളാണ് ഈ ചർച്ചകൾക്കായിട്ട് വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മുഖേന ഇറാന് മുമ്പിൽ 15 സമാധാന പദ്ധതി സമർപ്പിച്ചതായിട്ട് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. ഇതാദ്യമായിട്ടാണ് ഔദ്യോഗികമായിട്ട് ഇത്തരം ഒരു സ്ഥിരീകരണം വരുന്നത്. അത് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായിട്ട് പാകിസ്ഥാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൗസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ സ്റ്റീവ് വിറ്റ്കോഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ചർച്ചയിലെ പ്രധാന ആവശ്യം. പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ നീക്കാമെന്നും ഇത് കൂടാതെ സിവിൽ ന്യൂക്ലിയർ ഊർജ്ജ പദ്ധതികൾക്ക് സഹായം നൽകാമെന്നും അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ വെച്ച് ഉന്നതതല ചർച്ചകൾ നടന്നേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം ഗൂഗിൾ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിലേക്ക് വലിയ തോതിൽ നാവികസേനയെ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. ആയിരക്കണക്കിന് മറീനുകൾ അടങ്ങുന്ന 2 സൈനിക വിഭാഗങ്ങളായിട്ടാണ് അമേരിക്ക ഈ പശ്ചിമേഷ്യയിലേക്ക് സൈന്യത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ആദ്യ സംഘം മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി US സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. USS ട്രിപ്പോളി എന്ന അത്യാധുനിക ആംഫിബിയസ് അസോർട്ട് കപ്പലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കപ്പൽ പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടെന്ന്. ഏകദേശം 3500 സൈനികരാണ് ഈ സംഘത്തിലുള്ളതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് പിന്നാലെ രണ്ടാമതൊരു സംഘം കൂടി ഉടൻ പശ്ചിമേഷ്യയിലെത്തും. സാന്റിയോഗയിൽ നിന്ന് പുറപ്പെട്ട USS ബോക്സർ, ഈ കപ്പലിൽ ഏതാണ്ട് 2500ഓളം മറീനുകൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ 50,000-ഓളം US സൈനികർ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതേസമയം ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതരും മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഒരേ സമയം വിവിധ ഇടങ്ങളിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി സൈനിക വക്താവ് അറിയിച്ചു. പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയെന്ന് അവരുടെ ബ്രിഗേഡിയർ ജനറൽ യഹ്യ സരിയ പ്രസ്താവിച്ചു. ഹൂതികൾ നടത്തുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ആക്രമണമാണത്. നേരത്തെയുള്ളത് ഇസ്രായേൽ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിരൂക്ഷമാകുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ലെബനിൽ നിന്ന് 250ഓളം മിസൈലുകളും റോക്കറ്റുകളുമാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചതെന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു 20 കപ്പലുകൾ കൂടി കടന്നുപോകാൻ അനുമതി നൽകിയതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. പുതിയ ധാരണയനുസരിച്ച് പ്രതിദിനം 2 പാകിസ്ഥാനി കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കും. ഗോകുൽ, ദിൽന.